നമ്മളിന്ന് ഇൻസുലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസുലിന് തന്നെ ടൈപ്സ്, പിന്നെ അതിന്റെ ഓൺസെറ്റ്, പീക്ക്, ഡ്യൂറേഷൻ. ടൈപ്സിൽ തന്നെ 4 ടൈപ്സ് ഓഫ് ഇൻസുലിൻ ആണുള്ളത്. റാപ്പിഡ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ് ആൻഡ് ലോങ് ആക്ടിങ്. ഫസ്റ്റ് വൺ, റാപ്പിഡ് ആക്ടിങ്. റാപ്പിഡ് ആക്ടിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹ്യൂമലോഗ്, നോവോലോഗ്. ഇതാണ് നമ്മുടെ ഒരു നോവോലോഗ് ഇൻസുലിന്റെ ഒരു പിക്ചർ ആണ് ഇത്. ഇനി റാപ്പിഡ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഇൻസുലിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഓൺസെറ്റ് 15 മിനിറ്റ്സ് ആയിരിക്കും. അതൊരു പീക്കിൽ എത്തുന്നത് 1 അവേഴ്സിലും അതിന്റെ ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യുന്നത് 3 അവേഴ്സിലും ആയിരിക്കും. 3 അവേഴ്സ് വരെയാണ് ഒരു റാപ്പിഡ് ആക്ടിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് ഓർത്തിരിക്കാനായിട്ട് പറയുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ഫീൽ ലൈക്ക് ആൻ അവർ ഡ്യൂറിങ് 3 ഷോട്ട്സ്. അതാണ് അതിന്റെ ഒരു ന്യൂമോണിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ 15 മിനിറ്റ്സ് എന്ന് പറയുന്ന ഓൺസെറ്റ് 15 ആണ്. ഫീൽസ് ലൈക്ക് ആൻ അവർ ഡ്യൂറിങ് 3 ഷോട്ട്സ്. 3 ഷോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 15 മിനിറ്റ്സ് ആണ് ഒരു 3 ഷോട്ട്സിന് നമുക്ക് തന്ന സമയം. പക്ഷെ ആ 15 മിനിറ്റ്സ് നമുക്ക് ടാർഗറ്റിൽ ആ 3 ഷോട്ട്സിന് എത്തിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് ഒരു 1 അവർ പോലെയാണ് ഫീൽ ചെയ്തത്. അതാണ് ഓൺസെറ്റ് 15 മിനിറ്റ്സ്, പീക്ക് 1 അവർ, ഡ്യൂറേഷൻ 3 അവേഴ്സ്. ഇനി അടുത്തതാണ് നമ്മൾ എല്ലാവരും കോമൺലി പറയുന്നത് ഒക്കെ ആയിട്ടുള്ള ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ. ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ ഇൻസുലിൻ, അതാണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ റെഗുലർ ഇൻസുലിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്, പീക്ക് എന്ന് പറയുന്നത് 2 അവേഴ്സ് ആണ്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 അവേഴ്സ് ആണ്. അതിന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ന്യൂമോണിക്സിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഡെയിലി നമ്മൾ വേർഡ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പം 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് പറയും അല്ലേ, 30 മിനിറ്റ്സിന് ഫുഡ് റെഡി ആയിരിക്കണം, 30 മിനിറ്റ്സിനുള്ളിൽ പേഷ്യന്റിന് ഫുഡ് കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ എന്താണ്, അതിന്റെ ഓൺസെറ്റ് 30 മിനിറ്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ആ ഒരു മിനിറ്റ്സിലാണ് അതിന്റെ ഓൺസെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പീക്ക് ചെയ്യുന്നത് 2 അവേഴ്സ് ആണ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 അവേഴ്സ് ആണ്. ഈ ഡ്യൂറേഷൻ 8 അവേഴ്സ് നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു ഇൻസുലിൻ പോകുന്നത് ഒരു 24 അവേഴ്സിന്റെ 24 അവേഴ്സിൽ 3 ടൈംസ് ആയിരിക്കും പോകുന്നത്. അപ്പം 8 അവേഴ്സ് ഇന്റർവെല്ലിനാണ് നമ്മുടെ HIR നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പം അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 അവേഴ്സ് ആണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഓർത്തിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ന്യൂമോണിക്സ് ഉപയോഗിക്കാം. ഷോർട്ട് സ്റ്റാഫിംഗ് ഫോർ 13 പേഷ്യൻസ് ചേഞ്ച്ഡ് ടു TO2 ഞാൻ 2 ആക്കി 8. അപ്പം ഒരു 13 പേഷ്യൻസിന് ഷോർട്ട് സ്റ്റാഫിംഗ് ആയതുകൊണ്ട് 30 പേഷ്യൻസിന് ഷോർട്ട് സ്റ്റാഫിംഗ് ഉണ്ടായിരുന്നു. 30 പേഷ്യന്റ് ഉണ്ടായിരുന്നു, സ്റ്റാഫ് കുറവായിരുന്നു. അപ്പൊ നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് 8 പേഷ്യന്റ് വീതം കൊടുത്തു. എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ HIR ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഓൺസെറ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നതിന് മുമ്പോട്ട് തന്നെ പേഷ്യന്റ് അടുത്ത് പറയാറുണ്ട് 30 മിനിറ്റിനകത്ത് തന്നെ ആഹാരം കഴിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൺസെറ്റ് 30 മിനിറ്റ്സ് ആയതുകൊണ്ടാണ്. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, ഹെൽത്ത് പാർട്ട് 6 യൂണിറ്റാണ് കൊടുക്കുന്നത് എങ്കിൽ ഇങ്ങനെയായിരിക്കും. ചിലപ്പം നമ്മൾ ഇങ്ങനെയാ ഒരു 24 അവേഴ്സിൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ HIR കൊടുക്കുന്നത്. അപ്പോൾ 8 അവേഴ്സ് ഇന്റർവെല്ലാണ്. 8 അവേഴ്സ് ഇന്റർവെൽ എന്ന് പറഞ്ഞതിന്റെ ഡ്യൂറേഷൻ 8 അവേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഓക്കെ. ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് ആക്ടിങ് എന്ന് പറയുന്നത് NPH, നമ്മുടെ NPH ആണ് ഇന്റർമീഡിയറ്റ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് NPH ഉണ്ട്, അതുപോലെ തന്നെ HIR ഉണ്ട് അല്ലെ, റെഗുലർ ആക്ട്. ഇത് രണ്ടും നമുക്ക് എങ്ങനെ കളർ ഡിഫറൻസ് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ, HIR എന്ന് പറയുന്നതിന് അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. പക്ഷെ NPH എന്ന് പറഞ്ഞാൽ ഒരു ക്ലൗഡഡ് കളറിലായിരിക്കും കാണുന്നത് അല്ലേ. പ്രത്യേകിച്ച് കളറില്ലെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന് ഒരു വാട്ടറി കൺസിസ്റ്റൻസി അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു പ്ലെയിൻ കളറാണ്. പക്ഷെ ഇതൊരു ക്ലൗഡഡിലായിട്ടായിരിക്കും നമ്മൾ NPH കാണുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മാറിപ്പോവാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം അല്ലെ. ഇനി അതിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത്, NPHന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് 2 അവേഴ്സിൽ NPH ആക്ട് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അത് പീക്ക് അവേഴ്സ് എത്തുന്നത് 8 അവേഴ്സിലാണ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 16 അവേഴ്സ് ആണ്. അപ്പം നേഴ്സസ് അതിന്റെ ഒരു ന്യൂമോണിക്സ് ആയിട്ട് പറയുവാണെങ്കിൽ, നേഴ്സസ് പ്ലേ ഹീറോ ടു 8-16 ഇയർ ഓൾഡ്. അപ്പം നേഴ്സസ് 16 ഇയർ ഓൾഡിന് എന്താണ് ഹീറോസിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ 2 എന്ന് പറയുന്ന ഓൺസെറ്റ്, പീക്ക് എന്ന് പറയുന്നത് 8,
16-year-old എന്ന് പറയുന്നത് 16 hours ഡ്യൂറേഷൻ. ഇനി ലോങ് ആക്ടിങ് ആണ് നമ്മുടെ ലാൻഡസ് എന്താണ് ലോങ് ആക്ടിങ് ആണ്. അപ്പൊ ലാൻഡസ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ പീക്ക് അവേഴ്സും രണ്ടിന്റെയും പീക്ക് അവേഴ്സ് അല്ല, ഓൺസെറ്റ് എന്ന് പറയുന്നത് 2 hours തന്നെയാണ്. പക്ഷെ ഇവിടെ ലാൻഡസിന് എന്താണ് പീക്ക് അവേഴ്സ് എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 hours ആണ്. അപ്പൊ ടു ലോങ് നഴ്സിംഗ് ഷിഫ്റ്റ് നോട്ട് പീക്ക്ഡ് ബട്ട് ലാസ്റ്റ് ഫോർ 24 hours. അപ്പൊ പീക്ക് ഇല്ല, പക്ഷെ 24 hours ആണ് അതിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.